അവർക്ക് ഇന്ത്യക്കാരെ വലിയ ഇഷ്ടമല്ല. ഇഷ്ടമല്ലാത്ത ആൾക്കാർ എന്റെ റെസ്റ്റോറന്റ് തല്ലി തകർത്ത് എന്നെ കയറ്റി വിട്ടതാ. ഒരു ഇന്ത്യക്കാരൻ ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ. കോളേജിലാകെ ഒരു ഇന്ത്യക്കാരനെ ഉണ്ടായിരുന്നുള്ളൂ. കാര് പോയി പഠിക്കാനാണ് നമ്മുടെ ഇവിടുന്ന്. എന്റെ ഊബർ ഡ്രൈവർ, എന്റെ ബിസിനസ് പാർട്ണർ, ആകെ കിട്ടിയൊരു മലയാളി പുള്ളിയാ. ഈ പ്ലസ് ടു കാര്യ കാരണം കുറച്ച് സ്ത്രീ വിരോധി ആയിട്ടുണ്ടല്ലേ? ഐ നോ യു വാച്ചിങ്. ഇവരെവിടെ എന്താ ചെയ്യാ അന്വേഷിച്ചു പോയിട്ടുണ്ട്. എല്ലാം അറിയാം. നിങ്ങളോട് നല്ലൊരു കാമുകൻ ഉണ്ടായിരുന്നു. അത് പണ്ടുണ്ടായിരുന്നു, മുടി പോയപ്പോ പോയതാ. പ്രേമിച്ച് കഴിഞ്ഞാൽ ഒരാളോട് ഇഷ്ടം തോന്നി കഴിഞ്ഞാൽ കമ്മിറ്റഡ് അഡ്വഞ്ചറസ് ലവ് ആയിരുന്നു അവൻ. അതൊക്കെ പറഞ്ഞാൽ മോശമായി പോകത്തില്ലേ? ഭയങ്കര ആത്മാർത്ഥതയുള്ള. പിന്നെ എനിക്ക് നല്ല ആത്മാർത്ഥമായിരുന്നു, അതുകൊണ്ടല്ലേ അവിടെ പോയപ്പോ വിഷമമായത്. അതുകൊണ്ടല്ലേ പ്രേമിക്കാൻ നടക്കുന്നത്. നഷ്ടപ്പെട്ട പൈസ ഇവിടുന്ന് അപ്പൻ അയച്ചു തരുമ്പോ നമ്മൾ ആ പൈസ എടുത്ത് അവിടെ ഇട്ട് ആ റെസ്റ്റോറന്റ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. എനിക്കെന്നെ പഠിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പഠിച്ച് അങ്ങനെ വലിയ ആളായി ഇങ്ങനെ ഹൈ എൻഡ് പൊസിഷനിൽ ഇരിക്കണം എന്നൊന്നുമില്ല. അതിനേക്കാളും മണ്ടയ്ക്ക് ഇരിക്കാൻ ബിസിനസ് ആണല്ലോ നല്ലത്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വലിയൊരു ഫോൾട്ട് ഉണ്ട്. പൈസ ഉണ്ടാക്കാൻ പഠിപ്പിക്കത്തില്ല. പൈസ ഉണ്ടാക്കുന്ന ഒരാളുടെ അടിയിൽ എങ്ങനെ വർക്ക് ചെയ്യാൻ പഠിപ്പിക്കും. ഞാനൊരു ബില്യനെയറോ ഒന്നും അല്ല. എനിക്ക് നല്ല വണ്ടികളൊന്നുമില്ല. സ്യൂട്ടൊക്കെ ഇട്ടിട്ട്, ഈ സ്യൂട്ട് എന്നൊക്കെ പറഞ്ഞ ഏതെങ്കിലും ഒരു ചാത്തൻ കടയിൽ പോയിട്ട് വാങ്ങിച്ചിട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളൊരു ഡീലിന് പോകുമ്പോൾ ഒരു സോപ്പ് പെട്ടി കാർ കൊണ്ട് നമ്മൾ പോവാ. ഓക്കെ, ആ ഡീലിൽ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ വലിയ കമ്പനിയുടെ ആളാന്നൊക്കെ പറഞ്ഞിട്ടല്ലേ പോവാ. നമ്മള് വണ്ടി ഏതെങ്കിലും മൂലയ്ക്ക് കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ഏതെങ്കിലും നല്ല വണ്ടിയുടെ ഇടയിൽ കൂടെ ഇറങ്ങി വരും. എന്റെ ഫസ്റ്റ് ഡീൽ എന്ന് പറയുന്നത് ഞാനൊരു മൾട്ടി മില്യൺ കമ്പനിയുടെ ഓണറാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പോയിട്ട് കോൺട്രാക്ട് പിടിക്കുന്നത്. എന്റെ ലോവസ്റ്റ് പോയിന്റ് പട്ടിണിയാണ്. ഡെഫിനറ്റ്ലി ഞാനും എന്റെ കൂട്ടുകാരും ഞങ്ങൾ ഒരുമിച്ചാണ് പട്ടിണി കിടന്നിട്ട്. പിന്നെ പട്ടിണി കിടക്കാതൊക്കെ ഒരു മനുഷ്യൻ എങ്ങനെ ഇവിടെ എത്തുക? വെള്ളം കുടിച്ച് കിടക്കും. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ആരെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോഴത്തേക്കും ആർക്കെങ്കിലും എന്തെങ്കിലും ശമ്പളം കിട്ടുമ്പോൾ ഒരു പിസയൊക്കെ വാങ്ങിച്ച് ഞങ്ങളെല്ലാം കൂടെ ഷെയർ ചെയ്ത്, ഞാൻ എന്റെ കാര്യം മാത്രമല്ല പറഞ്ഞത്, ആ വീട്ടിലുള്ള എല്ലാവർക്കും അതേപോലത്തെ ഒരു അവസ്ഥയായിരുന്നു ആ ഒരു സമയത്ത്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. വീഡിയോ ഗെയിംസ് ഒക്കെ കളിച്ച് ഇപ്പൊ തന്നെ റിട്ടയർഡായി UK സെറ്റിലായ ഒരു മനുഷ്യൻ അൻവിൻ ജോസ് ആണ് ചേരുന്നത്. നമസ്കാരം. നമസ്കാരം ബ്രോ. കുറെ ആളുകൾക്ക് ഇന്റർവ്യൂസ് ഒക്കെ പുറത്തു വന്നതോടുകൂടിയിട്ട് കുറേയും കൂടി കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടി തുടങ്ങി. ആ വിധത്തിലുള്ള മെസ്സേജസും ആ വിധത്തിലുള്ള ഒരു വാംത്ത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഇൻബോക്സിലുണ്ടോ? യെസ്, ഞാൻ അവിടെ നിന്ന് വന്നേക്കാളും ഭയങ്കരമായിട്ട് മെസ്സേജും കാര്യങ്ങളും എല്ലാം ഇപ്പോഴാണ് കൂടുതൽ വരുന്നത്. വെൽക്കം ടു കൊച്ചി എന്ന സ്കീമാ. മെസ്സേജസ് ലൈക്ക് ഫ്ലഡിങ് ഇൻ ഭയങ്കരമായിട്ട് ഒരുപാട് വരുന്നുണ്ട്. അതിൽ സെലിബ്രിറ്റീസ് ഒക്കെ ഉണ്ട്. പെപ്പ ഉൾപ്പെടെ മീറ്റിങ്ങിന് വേണ്ടി ക്ഷണിച്ചതെന്നൊക്കെ നമുക്ക് റീൽസിൽ കാണുന്നുണ്ട്. പെപ്പ റീൽസ് ക്ഷണിച്ചൊന്നുമില്ല. പെപ്പ നേരത്തെ അറിയാം എനിക്ക്. അങ്ങനെ ഒരു ചെറിയ കണക്ഷൻ ഉണ്ട്. ഓക്കെ, ഫൈൻ. അപ്പം അത്യാവശ്യം അറിയുന്ന ആളാ. ശ്രീലങ്കന്ന് UK ഉള്ളൊരു പാസ് ഉണ്ടല്ലോ, ട്രാൻസിഷൻ. അതെ. ശ്രീലങ്കൻ ജീവിതം എങ്ങനെ ഉണ്ടായിരുന്നു? ശ്രീലങ്ക ലൈക്ക് സിമിലർ നമ്മളെ കേരളം പോലെ തന്നെയാണ്. പ്രത്യേകിച്ച് അങ്ങനെ അവിടെ അത്ര അടിപൊളിയായിട്ടൊന്നുമില്ല. നമ്മളിവിടെ എന്താണോ അത് തന്നെയാണ് അവിടെ. പക്ഷെ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ചെറിയൊരു കൺട്രി ആയതുകൊണ്ട് അവർക്ക് അവരുടെ ഗവൺമെന്റ് സിസ്റ്റം ഒക്കെ അന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്നു. ഇപ്പൊ കുളവായെങ്കിലും അന്ന് അവർക്ക് കൗൺസിൽ ആയാലും വൃത്തി ആയാലും ലൈക്ക് വന്ന് ക്ലീൻ ചെയ്ത്, നമ്മുടെ കേരളത്തിന് കുറച്ചുകൂടെ വൃത്തിയുള്ള ഒരു വേർഷൻ കേരളം തന്നെ. കുറച്ചും കൂടെ വേസ്റ്റ് ഒന്നും അവിടെ ഉണ്ടാവില്ല, ക്ലീൻ ആയിരിക്കും, അങ്ങനത്തെ ഒരു സെറ്റപ്പ്. ഇപ്പൊ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. കുറച്ച് കാലം മുന്നേ, 10 കൊല്ലം മുന്നത്തെ കഥയായി ഞാൻ ഈ പറയുന്നത്. അവിടെ ഡീസന്റ് ആണ്, അവിടെ നല്ലൊരു ലിവിങ് അവിടെ. ഈ 18 വയസ്സിൽ പുതിയൊരു രാജ്യം തന്നെയാണല്ലോ പോണത്. അപ്പൊ അവിടെ പോയിട്ട് നമ്മൾ ആദ്യം വീട് കണ്ടുപിടിക്കണം, അവിടുത്തെ ഭക്ഷണമായിട്ട് അഡാപ്റ്റ് ചെയ്യണം, അവിടെ കൂട്ടുകാരുണ്ടാക്കണം. അത് എളുപ്പമായിരുന്നോ? അല്ല, ഭാഷ ഭയങ്കര വ്യത്യാസമായിരുന്നു. അത് സിംഗല എന്ന് പറയുന്നത് ഒരു വെറൈറ്റി ഭാഷയാ. എനിക്ക് ഇതുവരെ മൊത്തത്തിൽ അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. അത് എന്തേലൊക്കെ മനസ്സിലാവും പറയുന്നത്, സംസാരിക്കാൻ അറിയാം, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ ഇച്ചിരി ബുദ്ധിമുട്ടാ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത്. അവർക്ക് ഇന്ത്യക്കാരെ വലിയ ഇഷ്ടമല്ല. 2 ടൈപ്പ് ആൾക്കാരുണ്ടോ. എയ്തർ അവർക്ക് നമ്മളെ ഇഷ്ടമാണ്, അവർ നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നവര്, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ ഇഷ്ടമല്ല. ആ ഇഷ്ടമല്ല എന്ന് പറയുന്ന കാറ്റഗറി ഭയങ്കര എക്സ്ട്രീം ആയിരിക്കും. അവർക്ക് താല്പര്യമില്ല, നമ്മളെ കണ്ണിന് മുന്നേ കണ്ടുകൂടാ. ഇന്ത്യക്കാരനാണെങ്കിൽ അങ്ങനെ ഒരു രീതി ഓഫ് വേർഷൻ ഉണ്ട്. പക്ഷെ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ എന്താ റിയാക്ഷൻ ഉണ്ടാവുക? ശരിക്കും നല്ല തെറി കിട്ടും. നീ ഇന്ത്യക്കാരനാണോ എന്ന് ചോദിച്ച് വളരെ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് സംസാരിക്കും അവര്. അപ്പം അങ്ങനത്തെ ഒരു കാറ്റഗറി ഉണ്ട് അവിടെ. പക്ഷെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്ന് പറയുന്നത്, നമ്മള് അവിടത്തെ കോളേജില് ഒരു ഇന്ത്യക്കാരൻ ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ. അവരൊക്കെ നല്ല ടേംസ് ആൻഡ് ഡീൽസ് ആയിരുന്നു. കോളേജിലാകെ ഒരു ഇന്ത്യക്കാരനെ ഉണ്ടായിരുന്നുള്ളൂ. കോളേജിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ കാര് പോയി പഠിക്കാനാണ് നമ്മുടെ ഇവിടുന്ന്. ഞാൻ എങ്ങനെയോ പോയി പെട്ടെന്ന് പറഞ്ഞ പോലെ അവിടെ ഇന്ത്യക്കാരൻ. എന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൻ വേറെ ഇന്ത്യക്കാരൻ. അവൻ പോയി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോയി. അങ്കമാലി ഡയറീസിൽ പറയുമല്ലോ, ഈ കോക്കിനഹള്ളിൽ പോയിട്ട് എന്തിനാ പഞ്ഞിക്കച്ചവടം നടത്തുന്ന, കേരളത്തേക്ക് 5 തവണ പിന്നിലുള്ളൊരു സംസ്ഥാനത്ത് പോയിട്ട് പഞ്ഞിക്കച്ചവടം നടത്തുന്ന എന്തിനാന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതുപോലെ
നീ എന്തിനാണ് ശ്രീലങ്കയിൽ പോയി പഠിക്കണേ? നമുക്ക് ഇവിടെ ബാംഗ്ലൂർ ഉണ്ട്, നമുക്ക് ഇവിടെ മുംബൈ ഉണ്ട്, ചെന്നൈ ഉണ്ട്, അങ്ങനെ പറഞ്ഞ ആളുകൾ ഉണ്ടായിരുന്നില്ലേ? ഉണ്ട്. ഇത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് പോയാൽ മതി. ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു പോകണം. ഇവിടെ തന്നെ ആയിരുന്നല്ലോ നമ്മൾ ഇത്രയും കാലമായിട്ടുള്ള, എങ്ങനെയൊന്ന് പോകണം. അപ്പൊ കേരളത്തിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ എല്ലാവരും നോർമലി പോകുന്നത് ബാംഗ്ലൂർ, പഞ്ചാബ് എന്നൊക്കെ പറഞ്ഞ് പോക്കും. അന്ന് എനിക്ക് ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ കിട്ടിയതാ. അവിടെ എനിക്ക് അവിടെയും പോകാൻ താല്പര്യമില്ല. കാരണം എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഞാൻ ഇങ്ങോട്ട് വരണമല്ലോ. ഏതെങ്കിലും ഒരു ബ്രേക്ക് കിട്ടി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരണമല്ലോ. ബാക്കി ശ്രീലങ്ക ആകുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. വേറൊരു രാജ്യമാണ്, പെട്ടെന്ന് വേണം തിരിച്ചും വരാം. ആ ഒരു സ്കീമിൽ അങ്ങോട്ട് പോയതാ. ഈ ബാംഗ്ലൂരൊന്നും അപ്പൊ കൊതിപ്പിച്ചേ ഇല്ല? ബാംഗ്ലൂരിനെ പറ്റി നമുക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, ഇത് എന്റെ ജനറേഷനൊക്കെ കുറെ കൂടെ പുറകോട്ടാ. ഇപ്പത്തെ ബാംഗ്ലൂർ എന്താന്ന് ഞാൻ ഇതൊരു ബാംഗ്ലൂർ കണ്ടിട്ട് പോലും ഇല്ല. അത് അങ്ങോട്ട് പോയ സാഹചര്യം വന്നിട്ടില്ല. എപ്പോഴും പുറത്തോട്ട് തന്നെ പോകാൻ എനിക്ക് താല്പര്യമുള്ളൂ. ഞാൻ കുറെ എക്സ്പ്ലോർ ചെയ്യും, വേറെ വേറെ രാജ്യങ്ങളിലൊക്കെ പോകും, വെറുതെ ചില്ലടിച്ച് നടക്കുക. അത് തന്നെ നമ്മുടെ മെയിൻ പരിപാടി. അല്ലാണ്ട് ശ്രീലങ്കയിൽ പിന്നെ UK പോകുന്നു. അപ്പൊ UK ബൂം വന്നിട്ടില്ല നമ്മുടെ നാട്ടിൽ? ഇപ്പോഴുള്ള ഭയങ്കരമായിട്ടുള്ള UK ബൂം ഉണ്ടല്ലോ. UK ഞാൻ എത്തുമ്പോഴത്തേക്കും 2016 സമയം. 2016-17 ഞാൻ UK എത്തുന്നത്. അന്ന് അവിടെയും ശ്രീലങ്കയുടെ അതേ അവസ്ഥയാ. അന്ന് ഇന്ത്യക്കാർ ഇഷ്ടം പോലെ ഉണ്ട്, ലോട്ട്സ്. മലയാളീസ് ഭയങ്കര കുറവാ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ കാണുമ്പോ ആ മലയാളി ആണോ ആ സംഭവം ഉണ്ട്. ഇപ്പൊ അതില്ല, എല്ലാരും മലയാളീസാ. നമ്മള് ഇവിടുത്തെ മലയാളീസിനെ കാണുന്ന പോലെ തന്നെ അവിടെ മലയാളീസിനെ കാണാം. എല്ലായിടവും ഒരു അങ്ങനത്തെ ഒരു വൈബായി മാറിയിട്ടുണ്ട് അവിടെ. അവിടെ പോയിട്ട് അവിടെ നിന്ന് ഒരു ബിസിനസ് ഉണ്ട്, അതിനൊരു ബിസിനസ്സിന് സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരു സമയം ഉണ്ടല്ലോ. അതായത് നമുക്ക് പണിയെടുക്കണ്ട, നമുക്ക് ആളുകളെ വെച്ച് മാനേജ് ചെയ്ത് നമുക്കൊരു ക്യാപിറ്റൽ വെച്ച് റൺ ചെയ്ത് അങ്ങനെ കൊണ്ടുപോയാലും ഇവിടെ ഫീസബിൾ ആണെന്ന് തോന്നിയൊരു കാര്യം ഉണ്ടാവില്ല. ആ ഐഡിയ സ്ട്രൈക്ക് ആവുന്നത് എപ്പോഴാ? ബ്രോ, എന്റെ ഫസ്റ്റ് ബിസിനസ് ശ്രീലങ്കയിൽ ഞാൻ അവിടെ റെസ്റ്റോറന്റ് റൺ ചെയ്തോണ്ടിരുന്നതാണ്. ശ്രീലങ്കയിൽ നിന്ന് അത് ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യയുടെ ഇഷ്ടമുള്ളതും ഇഷ്ടമല്ലാത്തതുമായിട്ടുള്ള ആൾക്കാര്, ഇഷ്ടമല്ലാത്ത ആൾക്കാർ എൻ്റെ റെസ്റ്റോറൻറ്റ് തല്ലി തകർത്ത് എന്നെ കയറ്റി വിട്ടതാ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ UK എത്തിപ്പെടുന്നത്. അപ്പൊ പിന്നെ UK പഠിക്കാൻ തന്നെ പോയതാ. നത്തിങ് റിലേറ്റഡ് ടു ബിസിനസ്. താല്പര്യമൊന്നുമില്ല. അവിടെ പോയി പഠിച്ച് ആ സമയത്ത് ഞാൻ പറഞ്ഞു മലയാളീസ് കുറവാന്ന് പറഞ്ഞേ. അങ്ങനെ ഊബർ വിളിച്ചപ്പോൾ എൻ്റെ ഊബർ ഡ്രൈവർ എൻ്റെ ബിസിനസ് പാർട്ണർ ആകെ കിട്ടിയൊരു മലയാളി പുള്ളിയാ. പുള്ളി മലയാളി ആയതുകൊണ്ട് ഇച്ചിരി കപ്പയും മീൻകറിയൊക്കെ ഉണ്ടാക്കി തന്ന് പുള്ളിയുടെ വീട്ടിലൊക്കെ പോയി നമ്മളങ്ങനെ ഒരു ബിസിനസ്സൊക്കെ സംസാരിച്ച് അങ്ങനെ ചെയ്തതാ. ഈസ് വെരി വെൽ സെറ്റിൽഡ് ഇൻ ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിലോട്ട് മൂവ് ചെയ്തു പുള്ളി. പുള്ളി ബിസിനസ് ഒക്കെ റിട്ടയർ ചെയ്ത് പുള്ളി ചില്ലടിച്ച് അങ്ങനത്തെ ഒരു മനുഷ്യനാണ് പുള്ളി. അതാണ് UK ഒരു ലൈഫ്. അവിടെ ബിസിനസ് ഒന്നും ആദ്യമൊന്നും പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തു. UK അങ്ങനെ നമ്മള് എല്ലാം പറയുമ്പോൾ ക്ലിയർ ആയിട്ട് പറയണമല്ലോ. സ്ട്രഗ്ലിംഗ് ആണോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി സ്ട്രഗ്ലിംഗ് ആ. നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ പറ്റും. നമ്മൾ മറ്റേ സിനിമയിൽ പറയുന്നില്ല, അജേഷിന്റെ ക്യാരക്ടർ ഉണ്ടല്ലോ, നമ്മൾ ഈ വിട്ടുകൊടുക്കില്ലല്ലോ. എനിക്ക് ഈ ഇടയ്ക്ക് വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ അത്. ആ ക്യാരക്ടർ അങ്ങനെയായിരുന്നു, തോക്കാൻ താല്പര്യമില്ല. അപ്പൊ അങ്ങനത്തെ ഒരു മെന്റാലിറ്റി നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് എവിടെ എന്തെങ്കിലും വേണമെന്ന് കാണിക്കും. അൻവിന്റെ ഉള്ളിൽ അങ്ങനെ രാജേഷ് ഉണ്ടായിരുന്നോ UKയിലും ശ്രീലങ്കയിലൊക്കെ? എന്റെ ഉള്ളിൽ എപ്പോഴും അങ്ങനെയാ. എനിക്ക് താല്പര്യമില്ല. തോറ്റു കഴിഞ്ഞാൽ എന്താ, നമുക്ക് പിന്നെയും ഡെവലപ്പ് ചെയ്യണം. തോക്കൊന്നുമില്ല. അതായത് നമ്മളെപ്പോഴും തോക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗിവ് അപ്പ് ചെയ്യുമ്പോഴാണ് തോക്കുന്നത്. നമ്മളൊരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓക്കെ അത് മടുപ്പിച്ചു നമുക്ക് നിർത്താം എന്ന് പറയുന്നത് വരെ തോക്കത്തില്ല. എത്ര നഷ്ടത്തിൽ പോലും കുഴപ്പമില്ല, നമ്മൾ തോറ്റിട്ടില്ല. നമ്മൾ ഗിവ് അപ്പ് ചെയ്യുന്ന ഒരു മൊമെന്റ് ആണ് നമ്മൾ തോക്കുന്നത്. നമ്മൾ ഗിവ് അപ്പ് ചെയ്യുന്നില്ല. ഒരു കാര്യം സ്പെസിഫിക്കലി ചോദിച്ചോട്ടെ, ശ്രീലങ്കയിൽ 18 വയസ്സിന് മുമ്പാണ് പോകുന്നതല്ലേ പറയുന്നത്. പിന്നെ അവിടെ പോയിട്ട് ഒരു ബിസിനസ് സെറ്റ് ചെയ്തു, ഇപ്പൊ റെസ്റ്റോറന്റ് സെറ്റ് ചെയ്തു, ഇത് തല്ലി തകർക്കപ്പെടണു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. തല്ലി തകർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാരെല്ലാം കൂടെ കൂടി നമ്മൾ ഇന്ത്യക്കാരനായതിന്റെ പേരിൽ തല്ലി തകർക്കെന്ന് പറഞ്ഞാൽ ഞാൻ റെസ്റ്റോറന്റ് അടിച്ച് പൊളിച്ച് നശിപ്പിച്ചു നല്ല ഉദ്ദേശിച്ച് നമ്മുടെ കച്ചവടം അങ്ങ് നശിപ്പിച്ചു കളഞ്ഞു. ആ ഒരു രീതി അല്ല ഞാൻ പറയുന്നത്. അപ്പൊ ഇതൊക്കെ നേരിടാൻ ഒരു 10-20 വയസ്സിൽ എങ്ങനെയാ, എന്തായിരുന്നു ധൈര്യം, ആരായിരുന്നു മോട്ടിവേഷൻ, എങ്ങനെയാ? ഈ റെസ്റ്റോറന്റിന്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശ്രീലങ്കയിൽ നമുക്ക് ക്യാഷ് ആയിരിക്കില്ല എപ്പോഴും ഹോൾഡ് ചെയ്യുന്നത്. എന്റെ പേഴ്സ് ഒന്ന് കളഞ്ഞു പോയപ്പം ഇവിടെ നമ്മൾ ക്യാഷ് അയച്ചാൽ ഈവൻ ദോ നമ്മൾ തൊട്ടടുത്ത രാജ്യമാണെങ്കിൽ ഇവിടെ നിന്നൊക്കെ അയക്കുമ്പോഴത്തേക്ക് ഇച്ചിരി സമയം എടുക്കും അവിടത്തെ. അങ്ങോട്ടേക്ക് എത്തിപ്പെട്ട് നമ്മൾ USD ഡോളറിലാ ക്യാഷ് അവിടെ എത്തുന്നത്. അപ്പൊ നമ്മൾ വിഡ്രോ ചെയ്യുന്നതനുസരിച്ച് കമ്മീഷൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പൊ പെട്ടെന്ന് നമ്മൾ ഒരു വലിയ എമൗണ്ട് വലിച്ചിട്ടായിരിക്കും കൈ പിടിക്കുന്നത്. ഒരു ദിവസം ഇതെല്ലാം കൂടെ കളഞ്ഞുപോയി, പൈസ എല്ലാം കൂടെ ബസ്സിൽ നിന്ന് പോയി. അപ്പൊ ഞാൻ ജസ്റ്റ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന റെസ്റ്റോറൻറ്റിലാണ് പോയി സംസാരിച്ച് എനിക്ക് ഫുഡ് തരാമോ, ഞാൻ പിന്നീട് പേ ചെയ്യാന്നുള്ള രീതിയിൽ അവർ കാമായിരുന്നു. ഞാൻ പറഞ്ഞ ഇന്ത്യക്കാർ ഇഷ്ടമുള്ള വിഭാഗത്തിലുള്ള ആൾക്കാരായിരുന്നു. അതെ, അവിടെ തന്നെ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും, ഡെയിലി അവിടെ നിന്ന് കഴിക്കുന്നത്. അപ്പൊ അവരോട് വിൻസി കഫേ. അപ്പം അവിടെ പോയി അവരോട് സംസാരിച്ചു. അവർ ഓക്കെ ആണ്, ഫുഡ് തരാം, നോ മാറ്റർ.
പിന്നെ അവർ ക്ലോസ് ഡൗൺ ചെയ്യുമായിരുന്നു പെട്ടെന്ന് തന്നെ. അപ്പോൾ ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു നമ്മൾ ക്ലോസ് ഡൗൺ ചെയ്യുക, ലൈക്ക് ഞാൻ എന്തോ ചെയ്യുമെന്ന് ചോദിച്ചു, പൈസ എത്തിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല പൈസ എത്തിയില്ല. അങ്ങനത്തെ ഒരു സ്കീമായപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാ ക്ലോസ് ഡൗൺ ചെയ്യുന്നതെന്ന് വെച്ചപ്പോൾ നഷ്ടത്തിലായതുകൊണ്ട്. അന്നാണ് നമ്മുടെ ഓയോ സെറ്റപ്പ് കുറച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കി സെറ്റ് ചെയ്തെടുത്താൽ നന്നായിട്ട് നമുക്ക് സെല്ല് ചെയ്യാവുന്നൊരു രീതി ഉണ്ടല്ലോ. ഈ നഷ്ടപ്പെട്ട പൈസ ഇവിടുന്ന് അപ്പൻ അയച്ചു തരുമ്പോൾ നമ്മൾ ആ പൈസ എടുത്ത് അവിടെ ഇട്ട് ആ റെസ്റ്റോറൻറ്റ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് വേറൊരു 6 റെസ്റ്റോറൻറ്റ് നമ്മൾ നമ്മൾ ലീസ് ഔട്ട് ചെയ്ത് റൺ ചെയ്തത്. അത് നന്നായിരുന്നു. ഞാൻ പിന്നെ അതുകൊണ്ടൊക്കെ അവിടെ സർവൈവ് ചെയ്തതും ഫീസ് അടച്ചതും. ഇവിടെ നിന്ന് വരുന്ന ഫീസ് അടയ്ക്കാൻ തന്ന പൈസ കൊണ്ടാണല്ലോ അവിടെ കച്ചവടം ചെയ്യുന്നത്. അപ്പൊ കച്ചവടത്തിൽ നിന്ന് വരുന്ന പൈസ കൊണ്ട് ഫീസ് അടയ്ക്കണമല്ലോ. ഒരു ലിങ്ക്. അപ്പൊ എന്ത് ഫുഡാ സെർവ് ചെയ്തായിരുന്നു അവിടെ? ശ്രീലങ്കനായിരുന്നോ ഇന്ത്യനായിരുന്നോ? ശ്രീലങ്കയിലെ നമ്മുടെ ഇവിടുത്തെ എല്ലാം അവിടെ ഉണ്ട്. പുട്ടിനവിടെ പിട്ടു എന്ന് പറയും, അങ്ങനത്തെ വെറൈറ്റി. നമ്മുടെ സംഭവം തന്നെയല്ല അവിടെ. ഫുഡൊക്കെ ചെറിയൊരു ഡിഫറൻസ് എന്നല്ലാതെ കൈൻഡ് ഓഫ് കേരളയും ശ്രീലങ്കയും ഫുഡൊക്കെ ഏകദേശം 95% സിമിലറാണ്. അപ്പൊ നമ്മുടെ അപ്പം അവിടെ അപ്പം ഉണ്ട്, നമ്മുടെ പാലപ്പം എല്ലാം അവിടെ ഉണ്ട്. ഈ കച്ചവടം മൈൻഡ് സെറ്റ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് വെച്ചിട്ട് ഇത് വെച്ചിട്ട് നമുക്കിപ്പോ മറ്റേ ഒരു കഥയുണ്ടല്ലോ, ഒരു അച്ഛൻ പോകുമ്പോ 3 മക്കൾക്കും പൈസ കൊടുത്തു, ഒരാളത് കുഴിച്ചിട്ടു, മറ്റൊരാളത് ഇൻവെസ്റ്റ് ചെയ്തു, മറ്റൊരാളത് കച്ചവടം ചെയ്തു, അങ്ങനെ ഇതുണ്ടല്ലോ. അപ്പൊ ഓരോരുത്തർക്കും ഓരോ മൈൻഡ് സെറ്റ് ഉണ്ടാവില്ല. ഈ പൈസ വെച്ചിട്ട് ട്രാൻസ്ഫറിങ്ങും അല്ലെങ്കിൽ ഈ കച്ചവടവും ഇത് ചെറുപ്പം തൊട്ടേ ഉണ്ടോ? ഇതെന്നറിയോ, ജീവിത സാഹചര്യം പഠിപ്പിച്ചതാണ്. നമ്മൾ ഒരു പോയിന്റിൽ നമുക്ക് മനസ്സിലാവണം നമ്മൾ എന്ത് പേടിക്കാനാ, നമ്മൾ എന്തിനാ പേടിക്കേണ്ട കാര്യമുള്ളത്. കാരണം നമുക്ക് എല്ലാ ആക്ഷനും ഒരു കോൺസിക്വൻസസ് ഉണ്ട്. റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുത്താൽ മതി. നമുക്ക് പൈസ പോയി ഞാൻ കച്ചവടം ചെയ്ത് കുളവാക്കിയിട്ടുണ്ടെങ്കിൽ ആ റെസ്പോൺസിബിലിറ്റി എന്റെയാണ്. അത് ഞാൻ തിരിച്ച് റീകൂപ്പ് ചെയ്താൽ മതി. അതിപ്പം ബ്രോയുടെ നിന്ന് ഞാനിപ്പോൾ 500 കൊണ്ട് ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ബ്രോയ്ക്ക് 500 കൊണ്ട് തിരിച്ച് തരിക എന്നുള്ളതാണ് എന്റെ പരിപാടി. അത് ഞാൻ എങ്ങനെ തരുന്നു എന്നുള്ളത് ഞാൻ ഇപ്പൊ ബ്രോയെ ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. നമ്മളെ എവിടുന്നെങ്കിലും തിരിച്ചു മറിച്ചിട്ടായാലും കച്ചവടം ചെയ്തിട്ടായാലും തിരിച്ചു തരും. അപ്പൊ ആ ഒരു സെറ്റപ്പ് കച്ചവടം എനിക്ക് ഉണ്ടായിരുന്നു തോന്നുന്നു. ബ്ലഡ് ഇല്ല ഹെറിഡിറ്ററി ആയിട്ട് എൻ്റെ അച്ഛൻ ഇപ്പോ പ്രത്യേകിച്ച് ഒരു കോഴി ഫാമൊക്കെ റൺ ചെയ്ത് ഇങ്ങനെ ചില്ലായിട്ട് പോകുന്നൊരു മനുഷ്യനാണ്. അതങ്ങനെ ബ്ലഡ് ലൈനിലുള്ള കാര്യമൊന്നും ബ്ലഡ് ലൈനിൽ എവിടെയെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പന്റെ ഫാമിലിയിൽ എവിടെയെങ്കിലും അമ്മയുടെ ഫാമിലിയിൽ എവിടെയെങ്കിലും ആരെയൊക്കെ ചെയ്തിട്ടുണ്ടാവും. അല്ലാതെ എനിക്ക് തോന്നാനുള്ള എനിക്ക് ഇതൊക്കെ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തത് മാത്രമാണെന്ന് തോന്നുന്നില്ല. എവിടെയെങ്കിലും എന്തെങ്കിലും ലിങ്ക് കിട്ടുമ്പോഴാണ് നമ്മളത് ഡെവലപ്പ് ചെയ്യുന്നത്. എനിക്കിങ്ങനെ പഠിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പഠിച്ചങ്ങനെ വലിയ ആളായി ഇങ്ങനെ ഹൈ എൻഡ് പൊസിഷനിൽ ഇരിക്കണം എന്നൊന്നുമില്ല. അതിനേക്കാളും മണ്ടയ്ക്ക് ഇരിക്കാൻ ബിസിനസ് ആണല്ലോ നല്ലത്. ഈ ശ്രീലങ്കയിൽ പോയ സമയത്ത് നാട്ടിലത്തെ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ കുറച്ചൊന്ന് കട്ടാവില്ലേ? ഫ്രണ്ട്ഷിപ്സ് അങ്ങനെ അധികം ഉണ്ടായില്ല എനിക്ക്. ആ ഫ്രണ്ട്ഷിപ്പ് ഉള്ള ഒരാളാണ് ശ്രീലങ്കയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് പുള്ളിയുടെ അടുത്തോട്ട് എത്തിപ്പെടുന്നത്. ആ ഒരു സ്കീം. അധികം ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായില്ല. ചൈൽഡ്ഹുഡ് എങ്ങനെയായിരുന്നു? ശ്രീലങ്കയിലോട്ട് പോകുന്ന സമയത്താണ് അധികം ഫ്രണ്ട്സ് ഇല്ലാത്തത്. കയ്യിലിരിപ്പ് ആ ഒരു രീതിയിൽ അപ്പോഴാണ് ഫ്രണ്ട്സ് ഇല്ലാതായിരുന്നു. അതിന് മുമ്പ് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ 2 സ്കൂളിലൊക്കെ പഠിച്ച് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. അവരൊക്കെ ഇപ്പൊ സ്റ്റിൽ ഇൻ ടച്ച് കേട്ടോ. ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. ഞാൻ പറഞ്ഞ അന്ന് അങ്ങനെ ഇവിടെ നിർത്തി അങ്ങോട്ട് പോവാൻ എന്നെ ഇവിടെ ബന്ധിപ്പിച്ച് നിർത്തുന്ന ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല. ഈ പോകണ്ട ഞാൻ നിന്നെ മിസ് ചെയ്യും എന്ന് പറയുന്ന ഫ്രണ്ട്സ് ഒന്നുമില്ല. അതിപ്പോ ഉണ്ട്. ഇപ്പോഴും ഞാൻ ഭയങ്കര ലിമിറ്റഡാ എത്ര ഫ്രണ്ട്സ് ഉണ്ടെന്നുള്ള കാര്യത്തില്. എന്നെ അവിടെ നിന്ന് ഇവിടെ നിലക്ക് ബ്രോ ഇനി എപ്പോഴും കാണുകയാണെങ്കിൽ ആ എന്റെ വണ്ടിക്കകത്ത് ഇരിക്കുന്ന ഫ്രണ്ട്സാണ് ഫ്രണ്ട്സ്. UK-ന്ന് ഞാൻ ഇങ്ങോട്ട് പോകുന്നപ്പോൾ ആ ഫ്രണ്ട്സ് എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഞങ്ങളിപ്പോ തിരിച്ചു പോകുമ്പോഴും അവരെൻ്റെ കൂടെ തിരിച്ചു കയറും. അതാണ് ഫ്രണ്ട്സ്. അത് നമുക്ക് വേണമെങ്കിൽ വിരലെണ്ണാം. അത്രേ ഉള്ളൂ. വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ചില്ലൻ കാം. ലാസ്റ്റ് ബെഞ്ചർ ആയിരുന്നോ മിഡിൽ ബെഞ്ചർ ആയിരുന്നോ? ഞാനോ ബാക്ക് ബെഞ്ചർ. എന്താ ഡൗട്ട്? നമ്മളെ ബ്രോ അങ്ങനൊന്നും ഇല്ല. നമ്മള് പാസ്സായ പോലെ. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് വലിയൊരു ഫോൾട്ട് ഉണ്ട്. നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ആരും പൈസ ഉണ്ടാക്കാൻ പഠിപ്പിക്കത്തില്ല. പൈസ ഉണ്ടാക്കുന്ന ഒരാളുടെ അടിയിൽ എങ്ങനെ വർക്ക് ചെയ്യാനാണ് പഠിപ്പിക്കുന്നത്. ഈവൻ ദോ ഇപ്പം നമ്മള് +1 +2 സയൻസും കൊമേഴ്സും, ഞാൻ കൊമേഴ്സ് ആയിരുന്നു. ഈ കൊമേഴ്സ് എടുത്തു കഴിഞ്ഞാല് ബിസിനസ് സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ബിസിനസ് സ്റ്റഡീസും സബ്ജക്ട് ഹൗ ടു മേക്ക് മണി എന്നല്ല, ഹൗ ടു വർക്ക് ഉണ്ട് സമ്മൺ ഹു മേക്സ് മണി എന്നാ. ബിഗ് ഡിഫറൻസ് ഉണ്ട് അതിനുള്ളില്. അപ്പം അതിൽ നിന്നൊന്നും നമ്മളൊന്നും പ്രത്യേകിച്ച് ഗ്രാസ്പ് ചെയ്തിട്ടില്ല. അപ്പം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം കുറച്ചും കൂടെ ഒന്ന് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ പേർക്ക് കുറെ ഇൻഫർമേഷൻസ് കിട്ടും. നമ്മൾ വെറുതെ കാണപ്പാടം പഠിച്ച് പോകുന്നൊരു ലൈഫല്ലേ നമുക്ക്. ഞാൻ പറയട്ടെ, ഈ ക്രെഡിറ്റും ഡെബിറ്റും എന്താന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത്. ഈ റിയൽ ലൈഫ് വന്നപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഡെബിറ്റ് ആണോ വരുന്നത്, ഇപ്പോൾ പൈസ വന്നു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ആണെന്ന് കാണിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് അന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത്, ഓ അന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഈ സാധനമാണെന്ന് തോന്നുന്നത്. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരാളെ പഠിപ്പിക്കാൻ പറ്റും. നല്ല ടീച്ചേഴ്സ് ഉണ്ടാവണം, അത് വേറെ കാര്യം. എനിക്ക് നല്ല ടീച്ചേഴ്സ് ആയിരുന്നു, ആരും ഞാൻ കുറ്റം പറയുന്നില്ല. ഇനിയിപ്പോൾ നാളെ അവർ പറയും മോശം പഠിപ്പിക്കുന്നല്ലേ, നമ്മുടെ കയ്യിൽ പോയിട്ട് തന്നെയാണ് പഠിക്കാതിരുന്നത്.
ബട്ട് കുറെ കൂടെ റിയൽ ലൈഫായിട്ട് അഡാപ്റ്റ് ചെയ്ത കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നെങ്കിൽ നമ്മുടെ ആൾക്കാരൊക്കെ ഒരുപാട് മുന്നോട്ടെത്തിയേനെ. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് വലിയ ഫോൾട്ട് ഉണ്ട്. ഷൗട്ട് ഔട്ട് ടു ദ എഡ്യൂക്കേഷൻ സിസ്റ്റം. അത് അങ്ങനെയാണ്. നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കൊരു ഇൻക്ലിനേഷൻ ഉണ്ടാവുമല്ലോ, ആർട്സ് ഉണ്ടായിരിക്കും, സ്പോർട്സ് ഉണ്ടായിരിക്കും, അത് ചിലപ്പോൾ കുറച്ചുകൂടി ലിറ്റററി സൈഡിലൊക്കെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും, എഴുത്തുണ്ടായിരിക്കും. അൻവിന് എവിടെയാണ് തന്നിരുന്നത്? പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല. കുറച്ച് വരയ്ക്കുമായിരുന്നു. സ്പോർട്സിൽ ഇപ്പൊ എന്താ ജാവൽ എറിയുമായിരുന്നു. ജാവലിൻ ത്രോയ്ക്ക് ഞാനിവിടെ അവിടെ ഇവിടെയൊക്കെ പോയി മത്സരിച്ചിട്ടൊക്കെ ഉണ്ട് ആ ഒരു സമയത്ത്. അതല്ലാണ്ട് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല. നമ്മൾ വെറുതെ കഴിവുള്ള പിള്ളേരെ നോക്കി നിൽക്കുക എന്നുള്ളത്, അതാണ് നമ്മുടെ കഴിവ്. ഒരാളെ ഇങ്ങനെ നോക്കി നിൽക്കാലോ. സ്പോർട്സ് ആയാലും ആർട്സ് ആയാലും അവർക്ക് കഴിവുണ്ട്, ആ ഒരു രീതി. അല്ലാണ്ട് എനിക്ക് പ്രത്യേകിച്ച് കഴിവൊന്നും ഉണ്ടായില്ല. അത് ഞാൻ പറയാൻ മടിയൊന്നുമില്ല എനിക്ക്. നമുക്കില്ലാത്ത കാര്യം നമുക്കില്ലെന്ന് പറഞ്ഞാൽ പോരെ. പക്ഷേ ഈ ആളുകളോട് സംസാരിച്ചിട്ട് ബിസിനസ് ഡീലായാലും അത് ക്രാക്ക് ചെയ്യാനും, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴായാലും ശരി, നമ്മൾ അവരുടെ കൂടെ നിലനിന്ന് അവർക്കൊരു ഫീൽ ഉണ്ടാക്കാനുള്ള ഒരു കഴിവുണ്ടല്ലോ അൻവിന്. അത് സെയിൽസ് എനിക്ക് ഈസിയാ. അത് ഞാൻ പറഞ്ഞു, അത് നമ്മൾ ലൈഫ് പഠിപ്പിച്ച സാധനമാണ്. ഒരു കാര്യം, ഒന്നാമത്തെ കാര്യം നമ്മളത് ഡെവലപ്പ് ചെയ്ത് കാണിച്ചിട്ടുണ്ടാവണം. സെയിൽസിൽ ഒരു എക്സാമ്പിൾ കാണിക്കണം. വെറുതെ ഒരാളെ പിടിച്ചിട്ട് ആ ഒരു ആടിനെ പിടിച്ച് ഇത് പട്ടിയാന്ന് പറഞ്ഞ് വിൽക്കാൻ പാടില്ല. പക്ഷെ നമ്മളത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആട് വാലാട്ടത്തിന്റെ പേരിൽ അത് പട്ടിയെന്ന് പറഞ്ഞ് വിൽക്കാൻ എനിക്കറിയാം. ഓക്കെ, സെയിൽസ് നമ്മൾ ഡെഫിനറ്റ്ലി ചെയ്യും. എനിക്ക് സെയിൽസ് ഇഷ്ടമുള്ള പരിപാടിയാ. പ്രൗഡ് ടു സേ ഞാൻ സെയിൽസ്മാൻ ആണ്. എനിക്ക് ബിസിനസ് ഡീൽസ് ക്ലോസ് ചെയ്യാൻ ഇഷ്ടമാണ്, മീറ്റിംഗ്സിന് പോകാൻ ഇഷ്ടമാണ്. ഇങ്ങനത്തെ പരിപാടീസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. ഞാനങ്ങനെ സ്ട്രെസ് അടിച്ച് ബിസിനസ് ചെയ്യുന്ന ഒരാളല്ല. സ്ട്രെസ്ഫുൾ ആയിട്ട് ബ്രോ, ഈ ബിസിനസിന്റെ സെൻസ് ലൈക്ക് ഞാനൊരു മില്യനെയറോ ബില്യനെയറോ ഒന്നും അല്ല. എനിക്ക് വേണ്ടത് ഫൈനാൻഷ്യൽ ഫ്രീഡം എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, എനിക്കിപ്പം ഇന്ന് എവിടെയും പോകണ്ടേ, ഇന്ന് എവിടെയും പോകണ്ട, ഇന്ന് എവിടെയും പോകണോ, ഇന്ന് എവിടെയും പോവാം. ആ ഒരു ഫ്രീഡമാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ലൈഫ്. അല്ലാണ്ട് നമ്മൾ റിട്ടയർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആൾക്കാർ വിചാരിക്കുന്നത് ലൈക്ക് മില്യൻസ് ആൻഡ് മില്യൻസ് ഓഫ് ഡോളേഴ്സും കൊണ്ട് റിട്ടയർ ചെയ്ത് ആ ഒരു സ്കീം അല്ല. ലൈക്ക് ഐ ഹാവ് മൈ ഫൈനാൻഷ്യൽ ഫ്രീഡം. എനിക്കിപ്പം ഇവിടെ വരണോ, ഇപ്പം ഞാൻ ഇങ്ങോട്ട് വന്നില്ല, ഞാൻ 23rd ഇങ്ങോട്ട് കയറി വന്നു, 13th ഞാൻ തിരിച്ചു പോകുന്നുള്ളൂ. ആ ഒരു വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 14th പോയാൽ മതിയോ, ആയിക്കോട്ടെ 14th പോയാൽ മതി. അത് എൻ്റെ ഒരു ഡിസിഷൻ എടുക്കാൻ തരുന്ന ഒരു ഫ്രീഡം ഉണ്ടല്ലോ, അതാണ് ഞാൻ ഈ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം കൊണ്ട് ഉദ്ദേശിച്ചത്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്ത് വേണം ചെയ്യാം ബ്രോ. ഒരു ബോട്ടിൽ ഓഫ് വാട്ടർ ഇത് നമുക്ക് പൈസ നോക്കാതെ വാങ്ങാൻ പറ്റുന്നതാണ് ഫൈനാൻഷ്യൽ ഫ്രീഡം. അത് ഉണ്ടായാൽ മതി. അല്ലാണ്ട് നമുക്ക് ഒരുപാട് പൈസയൊന്നും ഞാൻ എവിടെ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ചില്ലാൻ കാമായിട്ട് ലീവ് ചെയ്ത് പോവാ. മരിക്കുന്നത് വരെ നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റും, അതെന്തായാലും എനിക്കറിയാം. പക്ഷേ അതുവരെ ഇങ്ങനെ പോകാൻ തന്നെ എനിക്ക് താല്പര്യമുള്ളൂ. എന്താ ഓർമ്മയിലുള്ള ക്രാക്കായ ഒരു ബിസിനസ് ഡീല് പറഞ്ഞുതരാം. ഓഗസ്റ്റ് മാസം 16 ആയിരുന്നു ഏകദേശം ലൈഫ് ഒന്ന് സ്പ്ലിറ്റ് ആയത്. ഐ മീൻ ലൈഫ് ഒന്ന് ബിഗ് ആയത് 2019. ഓക്കെ, അതൊരു നല്ല സമയമായിരുന്നു എനിക്കത്. കറക്റ്റ് ഞാൻ ഓർത്തിരിക്കാൻ കാരണം, ഒന്ന് എൻ്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ, ഒന്ന് എനിക്ക് ഡീല് ഞാൻ ക്ലോസ് ചെയ്ത ദിവസമാണ്. കാരണം ഞങ്ങളൊരു സാധാ കമ്പനിയിൽ നിന്ന് വലിയൊരു ഡീല് പിടിച്ചിട്ട് അതൊരു മാസീവ് കമ്പനി ആവുന്ന ദിവസം അത്. അതായത് നെക്സ്റ്റ് ഡേ തൊട്ട് ആ കമ്പനി ലൈക്ക് ഹ്യൂജാ. അത് നമ്മൾ ഡീല് ക്ലോസ് ചെയ്ത് ബ്രോ. ഈ ഡീല് ക്ലോസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുണ്ടല്ലോ, എനിക്ക് നല്ല വണ്ടികളൊന്നുമില്ല. നല്ല വണ്ടികളില്ലാത്തപ്പോൾ സ്യൂട്ടൊക്കെ ഇട്ടിട്ട്, ഈ സ്യൂട്ട് എന്നൊക്കെ പറഞ്ഞ ഏതെങ്കിലും ഒരു ചാത്തൻ കടയിൽ പോയിട്ട് വാങ്ങിച്ചിട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്ത്, എനിക്ക് തടിയൊന്നും ഇല്ലല്ലോ, നമ്മുടെ ഉള്ളിലൊരു ഡ്രസ്സൊക്കെ ഇട്ട് കറക്റ്റ് ഫിറ്റ് ചെയ്ത് ഒക്കെ വെൽ ഡ്രസ്ഡ് ആയിട്ടൊക്കെ പോകുമ്പോൾ, നമ്മളൊരു ഡീലിന് പോകുമ്പോൾ ഒരു സോപ്പ് പെട്ടി കാർ കൊണ്ടാ നമ്മൾ പോവാ. ഓക്കെ, ആ ഡീല് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ വലിയ കമ്പനിയുടെ ആളാന്നൊക്കെ പറഞ്ഞിട്ടല്ലേ പോവാ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മള് വണ്ടി ഏതെങ്കിലും മൂലയ്ക്ക് കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ഏതെങ്കിലും നല്ല വണ്ടിയുടെ ഇടയിൽ കൂടെ ഇറങ്ങി വരും. ഞാൻ ഇങ്ങനെ വരുന്ന ഒരാളാണെന്ന് കാണിക്കണമല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ കയറി വന്ന് പോയി സംസാരിച്ച്. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ഫസ്റ്റ് ഡീൽ എന്ന് പറയുന്നത് ഒരു മൾട്ടി മില്യൺ കമ്പനിയുടെ ഓണറാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പോയിട്ട് കോൺട്രാക്ട് പിടിക്കുന്നത്. പിടിക്കപ്പെടുന്നില്ല, നമ്മള് കാമായിട്ടൊക്കെ കാര്യം പറഞ്ഞാൽ മതി. കോൺഫിഡൻസ് അല്ല, പിടിക്കപ്പെടുന്നില്ല. നമ്മളെങ്ങനെ പിടിക്കപ്പെടും? നമ്മൾ പോയിട്ട് ഞാൻ ബ്രോയോട് സംസാരിക്കുന്ന കാര്യം, ഇപ്പൊ ബ്രോ ഇപ്പൊ എന്ത് കേട്ടില്ല ഇത് വിശ്വസിക്കുന്നത്, ഇത് ചിലപ്പോ സത്യമാവാൻ കള്ളവാണ്. ഞാൻ ഈ ബ്രോയോട് പറയുന്ന ഈ കോൺഫിഡൻസ് ഉണ്ടല്ലോ, ഇതേ കോൺഫിഡൻസോട് തന്നെയാണ് ഞാൻ അവിടെയും പോയി സംസാരിക്കുന്നത്. കാമായിരുന്നു, നല്ല ഡീലായിരുന്നു. അതൊരു ചെറിയൊരു കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ബേസിക് കോൺട്രാക്ട് കിട്ടി. നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു കോൺട്രാക്ട് ആയത്. നമുക്ക് ഡേ ടു ഡേ ലിവിങ് ഒക്കെ മീറ്റ് ചെയ്യാം. പിന്നെ കോൺഫിഡൻസ് കൂടുമല്ലോ. അങ്ങനെ ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത് ലൈഫ് വാസ് ഗുഡ്. അത് ഇപ്പോഴും ആ കമ്പനീസ് ഉണ്ട് എനിക്ക്, അത് ഇപ്പോഴും റണ്ണിങ്ങിലാണ്. കുറേയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തപ്പിയാൽ കിട്ടുന്നില്ല, അങ്ങനെ മൊത്തത്തിൽ എൻ്റെ തപ്പിയാൽ കിട്ടത്തില്ല. നമ്മുടെ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ അധികം ഇല്ല. നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കളിച്ചോണ്ടിരിക്കുന്നതാണ്. അതാ ഞാൻ പറഞ്ഞ ലൈഫ് ഈസ് സ്റ്റിൽ. ഏറ്റവും ലോ പോയിന്റ് ഏതായിരുന്നു? പട്ടിണി.
പട്ടിണി ഉണ്ടോ? പിന്നെ പട്ടിണി കിടക്കാതൊക്കെ ഒരു മനുഷ്യൻ എങ്ങനെ ഇവിടെ എത്തുക? നമ്മൾ അന്ന് ആദ്യത്തെ കാലമൊക്കെ പോയ സമയത്ത് ഞാൻ പറയണത് ശരിക്കും ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്ത അവസ്ഥയാണോ പറയണത്, അതോ പിന്നെ എന്തൊക്കെയോ കഴിക്കാനുണ്ട് അതാണോ? ഞാൻ ഈ പറയാൻ പോകുന്ന സാഹചര്യത്തിൽ കൂടെ ആയിരിക്കും അവിടെ വന്നിട്ടുള്ള റിച്ച് ബാക്ക്ഗ്രൗണ്ടിലല്ലാത്ത ഒരുവിധപ്പെട്ട എല്ലാ പിള്ളേരും പോയിക്കൊണ്ടിരുന്നത്. ഒരുവിധപ്പെട്ട എല്ലാവരും പട്ടിണി കിടന്നുണ്ടാവും. കാരണം നമുക്ക് ഉണ്ട്, എന്തായാലും ആൾക്കാർ പട്ടിണി കിടന്നിട്ടുണ്ടാവും. കാരണം അത് അവിടെ അത്ര ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മൈൻഡ് സെറ്റാണ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യൂല്ലോ എന്നുള്ളത്. മൈൻഡ് സെറ്റ് ഇല്ലാത്ത ആൾക്കാർ വന്ന് മെന്റലി ബ്രേക്ക് ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പം എൻ്റെ ലോവസ്റ്റ് പോയിന്റ് പട്ടിണിയാണ് ഡെഫിനറ്റ്ലി. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരൻ ഞങ്ങൾ ഒരുമിച്ചാണ് പട്ടിണി കിടന്നിട്ടിരുന്നത്. അവനിവിടെ ഇപ്പോഴുണ്ട്, ഇപ്പം ഇവിടെ നാട്ടിൽ സെറ്റില്ല. ഞങ്ങൾ അത്യാവശ്യം അനുഭവിച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ എത്തിയത്. ഇനി എങ്ങനെയാ ഇപ്പൊ ഒരു പട്ടിണിയുള്ള ഒരു ദിവസം ഉണ്ടായിരുന്നത്? ബ്രോ, നമ്മള് പഠിക്കാൻ പോവല്ലേ, പഠിക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് ഇൻകം ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണമല്ലോ. പാർട്ട് ടൈം ഒക്കെ പാർട്ട് ടൈം വന്നാൽ നമുക്ക് പാർട്ട് ടൈം ആയാലും ഫുൾ ടൈം ആയാലും ഇനിയിപ്പോ എന്ത് ബിസിനസ് ആയാലും എന്ത് ജോലി ആയാലും നമ്മൾ ചെയ്യുമല്ലോ. അപ്പൊ ഈ ജോലി കണ്ടുപിടിക്കേണ്ട ഒരു ടൈം ഉണ്ടല്ലോ. ആ ഒരു സമയത്ത് കുറച്ചു കാലം നമുക്ക് ആദ്യം വലിയ ബുദ്ധിബോധമൊന്നും ഉണ്ടാകത്തില്ല. നമുക്ക് ഇവിടെ കിട്ടുന്ന പൈസ എല്ലാം കൂടെ നമ്മൾ കൊണ്ടുപോയിട്ട് അവിടെ നമ്മൾ ഓക്കെ ഇത് UK ആണെന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കും. പൊട്ടിക്കുമ്പോൾ കുറച്ച് പൈസ കയ്യിലുണ്ടാകത്തില്ല. പിന്നെ പതുക്കെ നമ്മൾ ഫുഡിന്റെ നിലവാരം കുറഞ്ഞു വരും. നമുക്കൊരു ജോലി ഇല്ലെങ്കിൽ പട്ടിണിയൊക്കെ ഇഷ്ടംപോലെ നടന്നിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കും. വിശപ്പ് വെള്ളം കുടിച്ച് കിടക്കും. ഇപ്പോഴും ഞാൻ വെള്ളം കുടിച്ചോണ്ടിരിക്കുന്നുണ്ടല്ലേ, ഇതേ അതൊക്കെ തന്നെ. വെള്ളം കുടിച്ച് കിടക്കും. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ആരെങ്കിലും ഫ്രണ്ട്സൊക്കെ വരുമ്പോഴത്തേക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ശമ്പളം കിട്ടുമ്പോൾ ഒരു പിസയൊക്കെ വാങ്ങിച്ച് ഞങ്ങളെല്ലാം കൂടെ ഷെയർ ചെയ്ത്, ഞാൻ എൻ്റെ കാര്യം മാത്രമല്ല പറഞ്ഞത്, ആ വീട്ടിലെ എല്ലാവർക്കും അതേപോലത്തെ ഒരു അവസ്ഥയായിരുന്നു ആ ഒരു സമയത്ത്. അന്ന് ഇപ്പോഴും ഓർമ്മയുണ്ട്, 300 കോണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു എനിക്ക് മാസം. അത് ബിഗ് ഫിഗർ ആയിരുന്നു. അത്രയും പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്നത്. ആ ഒരു പൈസയും കൊണ്ട് ഞാനോട് ചോദിക്കും, റിച്ച് ആണല്ലോ എന്നുള്ള സ്കീം. അത് ആ ഒരു ടൈം അങ്ങനെയായിരുന്നു. ഇപ്പോഴുള്ള ആൾക്കാർ ഇനിയും കുറച്ചും കൂടെ ബുദ്ധിമുട്ടും. കാരണം ഇപ്പോൾ സാച്ചുറേറ്റഡ് ആയി ജോലിയും കാര്യങ്ങളൊക്കെ. UK ജോലി കണ്ടുപിടിക്കാൻ ഇച്ചിരി ടഫ് ഉണ്ട്. കണ്ടുപിടിക്കും, അത് വേറെ കാര്യം. പക്ഷെ ജോലി ഒരുപാട് പേരുള്ളത് കൊണ്ട് അവിടെ എത്ര 6.5 മില്യൺ പീപ്പിളും കണ്ട മൊത്തത്തിൽ UK ഒരു പോപ്പുലേഷൻ. അപ്പൊ നമ്മുടെ മലയാളീസ്, പഞ്ചാബീസ്, നോർത്ത്, സൗത്ത് എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് വരുന്നുണ്ടല്ലോ. ഞാനും അതിലൊരാളാ, അത് വേറെ കാര്യം. പക്ഷെ നമ്മളെല്ലാം കൊണ്ട് ജോലി കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ സ്റ്റാഫ് മൊത്തം മലയാളീസാ. രസം എന്ന് പറഞ്ഞാൽ കുറെ പേർക്ക് എന്നെ അറിയത്തില്ല. ഞാനാണ് കമ്പനിയുടെ ഓണർന്ന് ആർക്കും അറിയത്തില്ല. ഞങ്ങളത് കാണിക്കാനും പോവാറില്ല. ഞാൻ എൻ്റെ മൂലയിൽ കൂടെ പോവല്ലോ. അപ്പൊ അതങ്ങനെ ഒരു ഇതിൽ കൂടെ പോവാ. തെലുങ്ക് പടത്തിലേക്ക് അങ്ങനെ വലിയ മാസീവ് കമ്പനി ഒന്നും അല്ല. സാധാ ഏതൊരു ഒരു കമ്പനിയില് വർക്ക് ചെയ്യുന്ന മലയാളത്തിൽ തന്നെ അറിയത്തില്ലെന്ന് മാത്രമേ പറയുള്ളൂ. കമ്പനീസ് ഒക്കെ നോർമൽ കമ്പനീസ്. നമ്മളധികം ഇത് മാസീവ് ഏർണിങ്സ് ഉള്ള കമ്പനി ഒന്നും അല്ല. എനിക്ക് വേണ്ട സംഭവം അതിനുള്ളിലുണ്ട്. എന്റെ ലിവിങ്ങിന് പറ്റിയ ഒരു സെറ്റപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് മതി. നമുക്ക് അതിൽ കൂടുതലായിട്ടൊന്നും ആവശ്യമില്ലല്ലോ. ഈ നമ്മള് ചൂസ് ചെയ്യുന്ന ഔട്ട്ഫിറ്റ്സ്, നമ്മുടെ ലിവിങ് സ്റ്റൈല്, നമ്മുടെ ആളുകളെ കാണുന്ന വിധം, ഇതൊക്കെ UK മാറ്റിയോ? പിന്നെ ഔട്ട്ഫിറ്റ് ഒക്കെ നമ്മളൊരു പരിധി കഴിയുമ്പോൾ എങ്ങനെ ഇടണം, ഏതിന്റെ ഇടണം. ടൈ കെട്ടാൻ അറിയാമായിരുന്നോ? പിന്നെ ഞാൻ നല്ലൊരു സ്കൂളിലാണ് പഠിച്ചത്. ആ സ്കൂളിൽ ടൈ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം ടൈ അല്ലേ എനിക്ക് ടൈ കെട്ടാൻ അറിയത്തില്ലായിരുന്നു. ടൈ അതൊക്കെ അറിയാം. നമ്മൾ ഔട്ട്ഫിറ്റ്സ് എന്ന് പറയുമ്പോൾ സ്യൂട്ട് എനിക്ക് ഇടാൻ അറിയാം, എങ്ങനെ ഇടണം അറിയാം. ഒരു സ്യൂട്ടിന്റെ പ്രത്യേകത പറഞ്ഞു, ഒരു മനുഷ്യനെ മണ്ടൻ ലുക്ക് ആക്കാനും ഒരു മണ്ടനെ പെർഫെക്റ്റ് ലുക്ക് ആക്കാനും പറ്റുന്ന ഒറ്റ ഡ്രസ്സ് സ്യൂട്ടാ. അത് എങ്ങനെ വെൽ ഡ്രസ്ഡ് ആയിട്ട് ഇടണമെന്ന് പഠിച്ചു കഴിഞ്ഞാൽ കുറെയൊക്കെ നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. അപ്പം അവിടുത്തെ പോയി ഡ്രസ്സിംഗ് ഒക്കെ ഒരുപാട് മാറ്റി. നമ്മള് ഏത് ഒക്കേഷനിൽ എങ്ങനെ ഇടണം, എവിടെ പോകണം. പിന്നെ നമ്മൾ കുറെയൊക്കെ ചെയ്യില്ല. ഞാൻ ഏത് ഒക്കേഷൻ ആയാലും ഒന്നെങ്കിൽ സ്യൂട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഔട്ട്ഫിറ്റ്. ഇതിനപ്പുറത്തോട്ട് ഞാൻ അങ്ങനെ ഇത് ആക്കാറില്ല. സ്യൂട്ടൊക്കെ ഭയങ്കര റെയർ ആയിട്ട് ഇടാറുള്ളൂ. കാരണം പണ്ട് ഇടുമായിരുന്നു. ഈ ബ്രോ തുടക്കം പറഞ്ഞ മീറ്റിംഗ്സ് ഒക്കെ ക്ലോസ് ചെയ്യാൻ സ്യൂട്ട് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. എനിക്ക് ഏത് സ്യൂട്ട് ബ്ലാക്ക് വേണോ ബ്ലൂ വേണോ, ഏത് ഇട്ടാലായിരിക്കും എൻ്റെ ദിവസം നന്നാവുന്നത്, അങ്ങനെയൊക്കെ ഒരു കോൺഫിഡൻസ് എനിക്ക് ആ സ്യൂട്ടിലുണ്ടായിരുന്നു. ഞാനിപ്പോഴും ബ്ലാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇച്ചിരി ഡീല് ക്ലോസ് ചെയ്യും എന്നൊരു കൺഫർമേഷൻ എനിക്ക് എന്നോടുണ്ട്. ഞാൻ ബ്ലാക്ക് ഇട്ട് കഴിഞ്ഞാൽ, ഞാൻ ബ്ലൂ ഇട്ട് കഴിഞ്ഞാൽ നോർമലാണ്, ചിൽ ഡേ, പ്രത്യേകിച്ച് ഒന്നും അവിടെ ചെയ്യാനില്ല. പോകുന്ന സംസാരിക്കുക. ഈ ടാറ്റൂയിങ്ങിനുള്ള സ്റ്റെപ്പ് അതോട്ട് തുടങ്ങി. ഷാനിക്ക എന്നൊരു ടാറ്റൂസ്റ്റ് ഉണ്ടല്ലോ കേരളത്തില്, വിഷയം മനുഷ്യനാ. പുള്ളിയുടെ ഒരു വർക്ക് കണ്ട് നമുക്കും വേണമല്ലോ ഒരു ടാറ്റൂ എന്നൊരു ആഗ്രഹം കൊണ്ട് കോൺസെപ്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് പോയി പറഞ്ഞ് സിമ്പിളായിട്ട് ഇത് പുതിയ ടാറ്റുവാ. പുള്ളി 3 ദിവസം മുന്നേ ചെയ്തു തന്നാ. 2 മണിക്കൂർ 2.5 മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് ഇരുന്ന് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞ്. അപ്പം ആർട്ടിസ്റ്റ് ആണല്ലോ, ഞാനും വരയ്ക്കുമായിരുന്നു. എനിക്ക് ആർട്ടിസ്റ്റിനോട് ഭയങ്കര ബഹുമാനമാണ്. പുള്ളിയുടെ കഴിവാണ് ഇതൊക്കെ. ഇനിയും വരയ്ക്കും. ഞങ്ങളിത് ഫില്ല് ചെയ്യണമെന്നൊക്കെ പ്ലാനിലിരിക്കുക. പുള്ളി ഇപ്പോൾ 2 ദിവസമായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങളിത് ടാറ്റു പണ്ട് തൊട്ടേ ഇഷ്ടമുള്ളതാണ്. പണ്ടൊക്കെ ഇതാകണ്ട വരച്ച് കൊളാക്കി വെച്ചേക്കുന്നത്. ഇതൊക്കെ ഇത് ടാറ്റുവാ. ഇതൊക്കെ ഞങ്ങൾ ഓരോ സാഹചര്യം വരുമ്പം അടിച്ചേക്കുന്നതാണ്. ഇതെന്റെ കമ്പനി താഴെ പോയി പഠിച്ചതാ.
ഇതിന്റെ കമ്പനി താഴെപ്പോ എന്റെ പാർട്ട്ണറോട് ഞങ്ങൾ സംസാരിച്ച് ഇരുന്ന സമയത്ത് ഞാൻ മേടിച്ച് ടാറ്റു, ഞാൻ പുള്ളിക്കാരനൊരു ഇത് കൊടുത്തതാ, ബ്രോ ട്രസ്റ്റ് ദ പ്രോസസ്, ഈസി ആയിട്ട് ചെയ്യാവുന്നുള്ളൂ. അത് ഇതൊക്കെ ഞാൻ അങ്ങനെ ടാറ്റു ഒക്കെ ഒരു മീനിങ്ങിൽ അടിക്കുന്ന, വെറുതെ നമ്മൾ അവിടെ ഒരു കോൺസെപ്റ്റ് കണ്ടിട്ട് അടിക്കുന്നില്ല. ഇതെന്റെ എന്റെ ഒരു ലൈഫിന്റെ ഒരു ഭാഗമായി ടാറ്റു. ഇപ്പൊ കാണുന്നവർക്ക് മനസ്സിലാവത്തില്ല, കാണുന്നവർക്ക് ഒരു സാമുറായി ഉണ്ട്, ഒരു ടെമ്പിളും ഉണ്ട്, ഒരു പാത്തും ഉണ്ടെന്നൊക്കെ മനസ്സിലാവുള്ളൂ. ഞാൻ എങ്ങനെയാ എത്തിപ്പെട്ട് എങ്ങനെയാ ഡെവലപ്പ് ചെയ്തെന്നൊരു മീനിങ് ഈ ടാറ്റുവിനുണ്ട്. ലൈഫ് സ്റ്റോറി അതിനകത്തുണ്ട്. ലൈഫ് സ്റ്റോറി കറക്റ്റ് ആയത് അതേപോലെ ഉണ്ട്. ഇതാണ് പവർ, ചിക്കാര എന്ന് പറയുമ്പോൾ അത് പവർ എത്തിപ്പെടാൻ വേണ്ടി ഞാൻ വന്ന വഴിയാണിത്. പവർ എന്ന് പറഞ്ഞാൽ മണിയാണല്ലോ. സമയം മാനേജ് ചെയ്യുന്ന ഒരു കാര്യമുണ്ടല്ലോ, നമ്മള് എന്തിനു വേണ്ടിയിട്ട് നമ്മളവിടെ സമയം ഉപയോഗിക്കുന്നത് എന്നുള്ളത്, അതൊരു സ്കിൽ സെറ്റാ. അതെങ്ങനെ ഡെവലപ്പായി? ഡെവലപ്പ് ആയിട്ടില്ല ബ്രോ. നമ്മളോട് ഒരാൾ സമയത്തിന് വരണം എന്ന് പറഞ്ഞ സമയത്തിന് ഞാൻ വരാം. ഓക്കെ എന്ന് പറഞ്ഞാൽ എന്റെ കാര്യത്തിൽ ഇപ്പൊ ബ്രോയ്ക്ക് ഒരു ആവശ്യമുണ്ട്, ബ്രോ ഇപ്പൊ വരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വരാം. ഇപ്പൊ എത്ര ലേറ്റ് ആയാലും ഞാൻ വരാം. ഇന്ന് ഞാൻ ഇവിടെ വിളിച്ചൊരു ചേച്ചിയോട് ഞാൻ പറഞ്ഞായിരുന്നു, 10 മിനിറ്റ് ഞാൻ ലേറ്റ് ആയി പോയത് ഞാൻ 6 മണിക്ക് ഉറങ്ങിയതുകൊണ്ടാണ്, ഉറക്കം ഇതുവരെ ശരിയായിട്ടില്ല. അപ്പം ബ്രോ എന്നോട് ഈ സമയത്ത് വരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഓക്കെയാണ് വരാനുള്ളത്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ വരുമൊന്നുമില്ല, എണീറ്റ് തോന്നുന്നില്ല, കാമായിട്ട് കിടന്നുറങ്ങും. ഞാൻ എന്തായാലും 10 വരുന്നുണ്ട് കിടന്നുറങ്ങും. എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞാൻ എണീക്കുള്ളൂ. അതെനിക്ക് മടുക്കുന്ന വരെ ഞാൻ അവിടെ കിടക്കും. എനിക്ക് പിന്നെ വേറൊരു കണ്ടീഷൻ കൂടി, എനിക്ക് ബെഡിൽ ചായ കിട്ടണം. ചായ കൊടുത്തരാണ്ട് ഞാൻ അവിടെ നിന്ന് ഇടിക്കത്തില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, അവർ മാനേജ് ചെയ്യും. എൻ്റെ വീട്ടിൽ 3 പേരുണ്ട് ഞങ്ങള്. ഒന്ന് വീട് മാനേജ് ചെയ്യാൻ ഒരാളും ഫുഡ് മാനേജ് ചെയ്യാൻ ഒരാളും കൂടെ ആയിട്ട് ഞങ്ങൾ അവിടെ ഇപ്പോൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. അതിലൊരാൾ എനിക്ക് കൂടുതലായിരിക്കത്തില്ല, അവരും എന്റെ ചേട്ടൻ തന്നെ വിളിക്കുന്നത്. ഞങ്ങളൊരു എംപ്ലോയർ ബന്ധമൊന്നുമല്ല, ഫ്രണ്ട്സ് ആയിട്ട് തന്നെ ഞങ്ങൾ നിൽക്കുന്നത്. പക്ഷെ അവർ മാനേജ്, അവരെപ്പോ അവിടെ എന്റെ പിള്ളേരെയൊക്കെ മാനേജ് ചെയ്യുന്നത് വീട്ടില്. ഈ ലിയോ, റോളക്സ് എന്നൊക്കെ പറയുന്നത് ഫിലിം ക്യാരക്ടേഴ്സ് ആണല്ലോ ലോകേഷ് കനകരാജ്? അല്ലല്ല, അത് ഞങ്ങള് റോളക്സിന്റെ പേരിട്ടത് ഫിലിം നോക്കിയിട്ടല്ല. അത് ഞങ്ങൾ ഇറങ്ങി സിനിമയുണ്ട്. ഞങ്ങൾ അവിടെ തപ്പി ഒരു നല്ലൊരു പവർഫുൾ പേര് വേണം. അവനൊരു നല്ല ബ്രീഡാ, അവൻ ഇച്ചിരി ജയൻ ബ്രീഡാ. അപ്പൊ അവന് പറ്റിയൊരു പേര് വേണം എന്നൊക്കെ ഞങ്ങൾ അന്വേഷിച്ച് അങ്ങനെ എനിക്ക് വാച്ചസ് ഉണ്ട്. വാച്ചിലും റോളക്സ് ആയിട്ട് മീറ്റ് ചെയ്യുന്ന ഞങ്ങൾക്ക് എന്നാ വാച്ച്, എനിക്കൊരു ഫോട്ടോഷൂട്ടിന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഒരാൾക്ക് റോളക്സ് ഇട്ട് കൊടുത്ത്, ഒരാൾക്ക് റാഡോ ഇട്ട് കൊടുത്ത്, പേരിനനുസരിച്ച് വാച്ചിട്ട് ഞങ്ങളൊരു ഏതൊരു പോസ്റ്റ് ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. റോളക്സ് കിട്ടി നിൽക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. അപ്പോ അങ്ങനെ ഒരു പേരിട്ടതാ. പക്ഷെ രണ്ടാമത്തെ ആള് നമ്മള് ലോകേഷ് മൂവി കണ്ടിട്ടാണ് ഇട്ടതാ, ലിയോ എന്നിട്ടത്. മൂന്നാമത്തെ ദില്ലി നിന്നിരുന്നായിരുന്നു പ്ലാൻ. പക്ഷെ പിന്നെ അവന്റെ ഒരു ലുക്സ് ആൻഡ് ഫീൽ എന്ന് പറയുന്നത് ഒരു കരിമ്പുലി സെറ്റപ്പാ മൂന്നാമത്തെ ആള്. അപ്പൊ ഞങ്ങള് ബഗീര എന്നാ പ്ലാൻ ചെയ്തത്. പിന്നെ ഞാൻ നോക്കിയപ്പോ ബഗീര എന്ന് പറഞ്ഞ ജംഗിൾ ബുക്ക് ആയി പോകത്തില്ലേ, അവന് ഭീകര നമ്മുടെ പട്ടിക്കുഞ്ഞല്ലേ, നമുക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാലോ, ആ ഒരു സ്കീം. അങ്ങനെയാണ് ആ പേരുകൾ വന്നത്. ഡോഗ്സിനോട് ഉള്ള ഒരു കണക്ഷൻ ഉണ്ടല്ലോ, ഇത് ചെറുപ്പം തൊട്ടേ ഉണ്ടോ? ഉണ്ട്. എൻ്റെ വീട്ടിലും ഉണ്ടാവും, അപ്പുറത്തെ വീട്ടിലും ഉണ്ടാവും. ഞാൻ എവിടെ പോയാലും ഈ പട്ടികളെ പോയി കണ്ടൊന്ന് തൊടാതെയൊക്കെ ഒരു ഹായ് ഒക്കെ പറയാട്ടൊന്നും ഞാൻ അങ്ങോട്ട് പോകാറില്ല. എനിക്ക് ഭയങ്കര താല്പര്യമുള്ള ഒരു സംഭവമാണ്. പിന്നെ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞ കാര്യമാണ്, ലോയൽറ്റി എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടിലും ഉപരി വേറൊരു ആർക്കും ഇല്ല, ലോകത്തിൽ ആർക്കും എന്തായാലും ഇല്ല. കാരണം എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലാവും, നമ്മളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞു, അപ്പൊ നമ്മുടെ മുന്നിൽ ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാർ നിന്നൊന്നും വരില്ല. ഒരു സീൻ പേടിച്ച് ഇപ്പം ഒരു ആരെങ്കിലും അറ്റാക്ക് ചെയ്തു, നമുക്ക് എല്ലാവരും ഫ്രണ്ട്സ് കയറി മുന്നിൽ നിന്നിട്ട് എന്നെ തൊട്ടിട്ട് അവിടെ പോയി തൊട്ടാൽ മതി എന്ന് പറഞ്ഞ് ഫ്രണ്ട്സ് അങ്ങനൊന്നും ആരും നിൽക്കാൻ പോകില്ല. സിനിമയല്ലല്ലോ ഇത്. പക്ഷെ ഡോഗ്സ് നിൽക്കും, അവർ ഫ്രണ്ടിൽ ചെയ്തിട്ട് എന്നെ തൊട്ടിട്ട് അപ്പനെ തൊട്ടാൽ മതി എന്നുള്ള സ്കീമിൽ അവർ നിന്നോളും. അപ്പം അത് ഈ ലോകത്ത് ഉണ്ടാകുന്ന ഒറ്റ ആനിമൽ ഡോഗാ. പിന്നെ അതിനേക്കാളും മേലെ ലോയൽറ്റി ഉള്ള ഒരു ബ്രീഡ് വേറെ ഇല്ലല്ലോ. ഈ ലോയൽറ്റി എന്ന് പറയുമ്പോൾ ഭയങ്കര സ്ട്രെസ് ഉള്ള പോലെ തോന്നുന്നു. അപ്പൊ ലോയൽ അല്ലാത്ത ആളുകൾ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. പിന്നെ കേട്ടോ, ഡെഫിനറ്റ്ലി ഉണ്ട്. ലോയലാത്ത ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. ബിസിനസ് അല്ല ഞാൻ പറയുന്നത്, പേഴ്സണൽ ലൈഫിൽ തന്നെ നമ്മൾ ലോയൽ അല്ലാത്ത ഒരുപാട് പേര് കടന്നു പോയി. അതുകൊണ്ടാണ് ഞാൻ ബ്രോഡ് തുറക്കാൻ പറഞ്ഞു, ഇപ്പൊ കൂടെയുള്ളത് വളരെ കുറച്ച് പേരാന്ന് പറഞ്ഞു. ആ ക്ലോസ് സർക്കിൾ നമ്മൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് എനിക്ക് താല്പര്യമില്ലാത്തത്. നമ്മൾ വളരുമ്പോൾ കുറെ പേര് കൂട്ടത്തിൽ ഉണ്ടാവും. നമ്മൾ വളർന്നു കഴിഞ്ഞ് ഒരു പോയിന്റ് എത്തുമ്പോൾ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞ സംഭവം തലയിൽ കയറുമ്പോൾ നമ്മളിൽ നിന്നും അത് വേണം ഇത് വേണം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ ഒരു പോയിന്റ് കഴിഞ്ഞ് ആഗ്രഹിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. മണി ഓൾവേസ് ക്രിയേറ്റ്സ് പ്രോബ്ലംസ്. അപ്പം അതുകൊണ്ടാണ് ക്ലോസ്ഡ് എൻക്ലോഷർ. അല്ലെങ്കിൽ ലോയൽറ്റി അല്ലാത്ത ഒരുപാട് പേരുണ്ട്. പേരുകളെ ആളുകളെ ഒന്നും വെളിപ്പെടുത്താതെ ഇന്റൻസിറ്റി മനസ്സിലാക്കാൻ വേണ്ടി ഒരു സംഭവം പറയാമോ? എന്ത് ലോയൽറ്റി ബ്രേക്ക് ചെയ്ത വിഷമിപ്പിച്ചു കൂട്ടത്തിൽ നടന്ന ആൾക്ക് ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞ 5 പേരിൽ ഒരാൾ നടക്കുന്നു പറഞ്ഞ പോലെ കൂട്ടത്തിൽ നടന്ന ആൾക്കാർ പോയിട്ടുണ്ട്, ഈസി ആയിട്ട് കളഞ്ഞിട്ട് പോയിട്ടുണ്ട്. അപ്പം നമ്മൾ തകരൊന്നും പോകണില്ല, നമ്മൾ നാളെ ജീവിക്കും. ഡേ 1 എനിക്ക് പിറ്റേ ദിവസം ആര് പോയാലും വന്നാലും നമുക്ക് ഡേ 1 ഡസന്റ് മാറ്റർ.
അതാ ഞാൻ പറഞ്ഞു, ലോയൽറ്റി ഈസ് എ ബിഗ് തിങ്. എല്ലാവർക്കും ലോയലൊന്നും ആവാൻ പറ്റത്തില്ല. സ്വയം ഒന്നിങ്ങനെ ഡൗൺ ആയി പോകുന്ന സമയത്ത് നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഡൗൺ ആവുകയില്ല, ഡൗൺ ആവത്തില്ല. സ്വയം ഡൗൺ ആവുന്ന ഒരു സ്കീം എന്തായാലും ഇല്ല. കാരണം ഞാൻ കരഞ്ഞിരിക്കുന്ന ഒരു സംഭവം ഇല്ല, കരയാറുമില്ല, ഇല്ല, എന്തായാലും ഇല്ല. എന്തിനാ നമ്മൾ ഡൗൺ ആവുന്നേ? ബ്രോ, നമുക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്ന ഒരു ഒറ്റ ഓപ്ഷൻ മാത്രമേ നമ്മൾ ഒറ്റയ്ക്ക് നടക്കുന്ന ആളാണ്. നമുക്കിപ്പോ പറഞ്ഞ് കൂട്ടത്തിൽ നടന്ന പാർട്ട്ണറൊന്നും ഇല്ലല്ലോ, എടാ നീ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്നും പറയാൻ നമുക്ക് ആരുമില്ല. അപ്പൊ നമ്മൾ തന്നെ കണ്ടെത്തണ്ടേ. അപ്പൊ പിന്നെ നമ്മൾ ഡൗൺ ആയിട്ട്, ഞാൻ അവിടെ പോയി ഡൗൺ ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആരിതൊക്കെ റൺ ചെയ്യും, ആരിതൊക്കെ മാനേജ് ചെയ്യണം, എങ്ങനെ ലൈഫ് മുന്നോട്ട് പോകും? ഡൗൺ ആവേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ചില്ലായിട്ട് പ്ലാൻ ചെയ്തിട്ട് വർക്ക്ഔട്ട് ചെയ്യും. ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ വിൽ ഫൈൻഡ് എ സൊല്യൂഷൻ. അത് ഈസിയാണ്. അതിനല്ലേ നമ്മൾ മനുഷ്യന്മാർക്ക് ബുദ്ധി വന്നേക്കുന്നത്, ചിന്തിക്കാനുള്ളത്. അല്ലെങ്കിൽ അവിടെയാണ് ഞാൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ പറ്റി സംസാരിച്ചത്. നല്ല എഡ്യൂക്കേഷൻ ആയിരുന്നെങ്കിൽ നമുക്ക് നന്നായിട്ട് ചിന്തിക്കായിരുന്നു. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.